മുഴുവൻ കശ്മീരിനെയും ഇന്ത്യയോട് കൂട്ടിച്ചേർക്കണമെന്നതായിരുന്നു പട്ടേലിന്റെ ആഗ്രഹമെന്നും അതിന് തടസ്സം നിന്നത് ജവഹർലാൽ നെഹ്റുവാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ ഏക്താ നഗറിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ജമ്മു കാശ്മീരിനെ പൂർണ്ണമായും ഇന്ത്യയോട് സംയോജിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അത് തടഞ്ഞുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റ് നാട്ടുരാജ്യങ്ങളെ പോലെ മുഴുവൻ കാശ്മീരും ഇന്ത്യയുമായി ഒന്നിക്കണമെന്ന് പട്ടേൽ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമാക്കുന്നത് നെഹ്റുജി തടഞ്ഞു. കാശ്മീരിനെ വിഭജിച്ചു. പ്രത്യേക ഭരണഘടനയും പതാകയും നൽകി. കോൺഗ്രസിന്റെ ആ തെറ്റ് കാരണം രാജ്യം പതിറ്റാണ്ടുകളോളം കഷ്ടപ്പെട്ടുവെന്ന് മോദി പറഞ്ഞു. പട്ടേലിന്റെ പാരമ്പര്യത്തിൽ നിന്ന് ശക്തി ആർജിച്ചുകൊണ്ട് സുരക്ഷ, ആത്മാഭിമാനം, ദേശപരമാധികാരം എന്നിവയിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉരുക്കം മനുഷ്യന്റെ ഇന്ത്യയാണിതെന്ന് മോദി പറഞ്ഞു. ഇന്ത്യ എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും വേരോടെ പിഴുതെറിയുമെന്നും നക്സൽ മാവോയിസ്റ്റ് ഭീകരതയുടെ അവശിഷ്ടങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ നർമ്മദ ജില്ലയിലെ ഏക്താ നഗറിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനമായ ഇന്ന് റിപ്പബ്ലിക് ദിനത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പരേഡാണ് ഏക്താ പ്രതിമയ്ക്ക് മുന്നിൽ അരങ്ങേറിയത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.